ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഷുട്ടാപ്പ് ഇത് എണീച്ച് വന്നിട്ടേ ഉള്ളൂ. ഫ്രഷപ്പ് ഒന്നും ആയിട്ടില്ല. ഞാൻ എണീച്ച് പല്ലൊക്കെ തേച്ച് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹോം വ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എവിടെയും പോകാനോ പരിപാടിയോ ഒന്നുമില്ല, ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ക്രേവിങ്സ് ഫോർ നമ്മുടെ എന്താ പറയുക ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്ന കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കണം. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കാണാം. ഓക്കെ. അങ്ങനെ സമയം കളയാണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ ഞാൻ പാൽച്ചായയെല്ലാം നിർത്തിയിട്ട്. പക്ഷേ ഇന്നെന്തോ പാൽച്ചായ കുടിക്കണം എന്നൊരു ചെറിയൊരു ക്രേവിങ്സ് തോന്നി. കുറേ നാളായെന്ന് വെച്ചാൽ കുറേ നാളായി. ഇപ്പോൾ കട്ടനാണെങ്കിലും ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ട് ഒരു ഏലക്കായൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആക്കിയിട്ടാണ് കുടിക്കലുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു മിൽക്ക് ചായ ആവാമെന്ന് വിചാരിച്ചു, അങ്ങനെ വെച്ചു. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ എന്താ പറയുക അവിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയും ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നാൽ ഞാൻ എന്തായാലും ഒരു ദിവസമെങ്കിലും കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ അവിലിസ്തിരി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മുടെ ഇത് ഓംപൊടി ഇട്ടിട്ടുണ്ട്, അവിലെടുത്തിട്ടുണ്ട്. ഓംപൊടിക്ക് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്താ പറയാന്ന് എനിക്കറിയില്ല, നമ്മൾ കണ്ണൂരൊക്കെ ഓംപൊടി എന്നാണ് പറയുക. പിന്നെ ഇതാ നല്ല നാടൻ മിക്സർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പയ്യോളി മിക്സർ പോലെ കൊള്ളിക്കൊള്ളിയിൽ നിന്നുള്ള കേട്ടോ, നല്ല കുരുകുരുള്ള ഫുൾ മിക്സറാണ്. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഷുഗർ ഉണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനത്തെ വിയേർഡ് കോമ്പിനേഷൻ ഓഫ് ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്താണ് വേറെ ഞാൻ കഴിക്കാത്ത വിയേർഡായിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഷുട്ടൂന് പിന്നെ ഇന്ന് റാഗി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലോ ചിക്ക, മുടി അങ്ങോട്ടാക്ക്, കണ്ണിൽ വീഴുന്ന കണ്ണിൽ വന്ന മുടി. ഓ അമ്മ ആക്കിത്തരാം. ഷുട്ടു ഇപ്പം അമ്മേൻ്റെ കൂടെ നമ്മൾ അപ്പുറത്ത് പോയിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ഓള് വരുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ആ സൈഡ് ഡിഷായിട്ട് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നോർമൽ കറിയൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ചില്ലി ചിക്കനിൽ പിന്നെ എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ എൻ്റെ സ്വന്തമായ ഒരു ഐഡിയയിൽ കണ്ടുപിടിച്ച ഒരു ഡിഷാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ യൂട്യൂബെല്ലാം നോക്കിയപ്പം ആ സംഭവം എല്ലാവരും ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പം ഞാൻ എന്തായാലും അത് ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് കറി ആക്കിയതിന് ശേഷം ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഫ്രൈഡ് റൈസ് അധികം തണിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ, അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഷുട്ടൂന് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ നമ്മളെ ക്യാരറ്റും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തു, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, എന്തായിരുന്നു അതിൻ്റെ പേര്, ഉള്ളിത്തണ്ട് മീൻസ് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ, പെട്ടെന്ന് മെമ്മറി കട്ടായിപ്പോയി. അങ്ങനെ അതും മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഗ്രീൻ ബീൻസും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് ബീൻസൊക്കെ ഇടുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ എല്ലാം നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കുനുകുനാന്ന് അരിയണം. എല്ലാം അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ കിട്ടുന്നതിലും കുറച്ചും കൂടി വലിയ വണ്ണമുള്ള ക്യാരറ്റാണ്, അതുകൊണ്ട് ഞാനൊരു 1.5 ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയ ശേഷം പിന്നെ ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടാണ്. ക്യാരറ്റ് ഉണ്ട്, സ്പ്രിംഗ് ഓനിയൻ ഉണ്ട്, നമ്മുടെ ക്യാപ്സിക്കം, പച്ചമുളക്, ഉള്ളി. ഇത് നമ്മളെ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം മെസ്സായിട്ടുള്ള ഇതെല്ലാം ഒതുക്കി വെക്കണം അത്ര. ചിക്കൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഞാൻ ആക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ അമ്മ ആണെങ്കിൽ ചോറ് വെക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ അത് മറ്റേ സ്റ്റൂളിന് വേണ്ടിയിട്ടാണ്, സ്റ്റൂളിന് ചുട്ടും ഓരോ കാര്യത്തിന് വെറുതെ അലമ്പാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൈമ അരിയിൽ തന്നെ വെക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആർക്കും ബസുമതി റൈസ് ഇഷ്ടമേ അല്ല. ആകെ 1-2 പ്രാവശ്യം മാത്രമേ ബസുമതി റൈസ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ, എന്ത് ബിരിയാണി ഉണ്ടാക്കാനായാലും എന്തിനായാലും. അപ്പോൾ ഫ്രൈഡ് റൈസ് നമ്മൾ കൈമയിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഉണ്ടാക്കട്ടെ.
മരത്തിൻ്റെ സ്പൂണായതുകൊണ്ട് തന്നെ നമ്മളെ മുട്ടേൻ്റെ തോട് പൊട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. സാരില്ല, എന്തായാലും ഞാനിവിടെ 4 നാടൻ മുട്ട നല്ല വെള്ള മുട്ട എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 4 പോരാൻ തോന്നിയുകൊണ്ട് ഞാൻ ഷുട്ടൂന് വാങ്ങി വെച്ച നാടൻ മുട്ടേൻ്റെ അകത്ത് ഒന്നും കൂടെ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഉപ്പും നമ്മളെ കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കും. മുട്ടേനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മളെ പച്ചക്കറിയെല്ലാം വഴറ്റാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കുറേ ദിവസമായി കേട്ടോ എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണം, എന്തെങ്കിലും ചിക്കൻ്റെ സംഭവം വേറെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഞാൻ അത്ര വലിയ ചില്ലി ചിക്കൻ എക്സ്പേർട്ട് അല്ല. ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ചില്ലി ചിക്കൻ. അത്രയ്ക്ക് അങ്ങോട്ടൊരു ധൈര്യം വന്നില്ല എനിക്ക് അങ്ങനെ ആ ഒരു സെയിം ടേസ്റ്റിലൊക്കെ കിട്ടുമോ വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ വേറൊരു ഡിഷ് എൻ്റെ മനസ്സിൽ വന്നത് ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലപോലെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പരിപാടി തുടങ്ങാം. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, അതോ അങ്ങനെ മിക്സാക്കി എടുക്കുന്നത് നല്ലത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത്ര അങ്ങോട്ടൊരു അടിപൊളി ടേസ്റ്റ് തരുന്ന എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നേ. ബട്ടർ നല്ലോണം മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി ഞാൻ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. മീൻസ് ആ ഒരു ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യാരറ്റായിരുന്നു. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വേവുള്ള കഷ്ണങ്ങൾ ഏതാണോ അതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലെനിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മളുണ്ടല്ലോ ഗാർലിക് ഇടണം. ബട്ടറിൽ നല്ലപോലെ ഗാർലിക് സോട്ട് ചെയ്തിട്ട് ബാക്കി പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വെളുത്തുള്ളി പറയാനും മറന്നു, വെളുത്തുള്ളി എടുക്കാനും മറന്നു. ഞാൻ അമ്മേൻ്റെ അടുത്ത് എനിക്ക് വെളുത്തുള്ളി തോല് കളഞ്ഞ് തരണമെന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനും മറന്നു, അമ്മയും മറന്നു. ലാസ്റ്റിലാണ് എനിക്ക് ഉള്ളി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. അപ്പം ഞാൻ കുറച്ചെടുത്ത് ചതച്ച് അതിലേക്ക് ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ചക്കറിയെല്ലാം നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കണം. സോട്ട് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നല്ലപോലെ വഴൻ്റെ അങ്ങനെ ഉണങ്ങി, മീൻസ് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ബിരിയാണിക്കെല്ലാം ആക്കുന്ന പോലെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്രൈഡ് റൈസാണ് കഴിക്കുന്നതെന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി നമ്മുടെ ഏകദേശം നമ്മളെ ക്യാപ്സിക്കവും നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ പച്ചമുളകും ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ബാക്കി സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ലാസ്റ്റിൽ മേലെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഞാൻ സോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ പച്ചക്കറി എല്ലാം ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടെ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമോ താല്പര്യം ഇല്ലാത്ത ഒരു എന്താ പറയുക ഡിഷാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുട്ടു ഇതുവരെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല. ആൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഇതിൽ സോയാ സോസും കെച്ചപ്പൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യില്ല നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. ഞാൻ അത്രയും സോസി സാധനങ്ങൾ ആൾക്ക് കഴിക്കാൻ കൊടുക്കാത്തത് കൊണ്ട് ഇത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് അവൾക്ക് ഹോം മെയ്ഡ് ആയിട്ടാകുമ്പം നമുക്ക് ഏകദേശം അറിയാൻ പറ്റില്ല നമുക്ക് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ജസ്റ്റ് ആക്കി കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെന്താ ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ അമ്മ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോറ് മൊത്തം നമ്മുടെ ആ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ ഞാൻ പാത്രം മാറ്റി ചോറ് വെച്ച പാത്രത്തിൽ മസാലയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു സംഭവമാണ്. കാരണം നമ്മൾ അബ്രോഡുള്ള സമയത്താണ് ഞാൻ അധികം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മളൊന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ആവശ്യത്തിന് വേണം ഇട്ട് കൊടുക്കാം. പക്ഷെ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് അമ്മ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയെല്ലാം എടുത്തിരുന്നുണ്ട്. നമ്മൾ ഇന്ന് എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ മിക്സിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിക്കൻ വേറെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ സോയാ സോസ് കുറച്ച് ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയി. ബട്ട് ഓക്കെ, അത്രയും വേണോ വേണ്ടിയോ എന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ ഇത്തിരി ഉപ്പ് ഉണ്ടാവും ആക്ച്വലി. അപ്പോൾ അതിൽ നമുക്ക് കൂടിപ്പോവോ ഇല്ലയോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും പക്ഷേ കറക്റ്റായിരുന്നു സംഭവം. അധികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അധികം അങ്ങനെ ലാവിഷായിട്ട് ആ സോയയുടെ എന്താ പറയുക ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ സോസ് ഐറ്റംസ് അവൾക്ക് കൊടുക്കാൻ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ നോർമലായിട്ട് കുറച്ചൊരു ടേസ്റ്റ് മാത്രം കുറച്ചിട്ടൊന്ന് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് ചിക്കൻ വെക്കണം. ചിക്കൻ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഒരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് ഫുൾ റെസിപ്പി വേണമെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബിലോ. അപ്പം ഞാൻ എന്തായാലും അതും കൂടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിയും.
അപ്പം എന്നാലും അത് നോക്കട്ടെ, അതിലിടയ്ക്കൊരു കാപ്പി കുടിക്കണം. ഈ ഒരു ചിക്കൻ കറി ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചില്ലി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും നമുക്ക് കിട്ടി, പക്ഷേങ്കിൽ ചില്ലി ചിക്കനും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സംഭവമായിരുന്നു ഉണ്ടാക്കിയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും ക്യാപ്സിക്കും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വഴറ്റിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അധികം നല്ലപോലെ വഴറ്റിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി. ഇത് ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഈ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അത്ര പ്രോപ്പറായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ നമ്മുടെ സാധാരണ ചിക്കൻ കറി ആകുമ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഫ്രൈഡ് റൈസിന് അത്ര മാച്ച് ആവില്ല. അപ്പോൾ എങ്ങനെ ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് ഞാൻ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ അതിനെ പറ്റിയിട്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം അതുപോലത്തെ വളരെ കുറച്ച് റെസിപ്പീസ് ഞാൻ കണ്ടു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി നല്ലപോലെ വഴറ്റിയിട്ട് അതിൽ റോ ആയിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെങ്ങനെ ഇടാൻ. അതെന്താ വെച്ചാൽ നമ്മളെല്ലാ മസാലയോടും കൂടിയിട്ടുള്ള ചിക്കനൊക്കെ ഇടുമ്പോൾ ഇത് കുറച്ച് നല്ലപോലെ വെള്ളം ഇതിനകത്ത് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ആ വെള്ളമൊക്കെ ഒന്ന് ഊറുന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു, നമ്മുടെ പച്ചമുളകും കൂടി. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിൽ കുറവ് മാത്രമേ വെള്ളം വരുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാനിതാ നല്ല എല്ലാ മസാലകളും അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളെ തക്കാളി അങ്ങനെ കിട്ടുന്ന ഒരു വിധത്തിലാക്കി കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അധികം ഗ്രേവി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നാണെങ്കിൽ എന്തായാലും പ്ലീസ് ടു കമൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ നമ്മളെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി റെഡി, ഫ്രൈഡ് റൈസ് റെഡി. ഇനിയിപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നു അല്ലേ? ചുന്തിരി വന്നു, ചുന്തിരി എങ്ങനെ ചുന്തിരി വരിക? അറിയില്ല. ആ അത് സൂര്യ വെച്ച കാലം. ചുന്തിരി വന്ന ചുട്ടു ചുന്തിരി 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 വരില്ല അമ്മനത് പറ. എൻ്റെ അമ്മേ, മതി മതി മതി. നമ്മൾ ചുട്ടു ബേബി ഫുഡെല്ലാം കഴിച്ച് റെഡിയായി, ഇനി ഉറങ്ങാൻ റെഡി ആയിട്ട്. പിന്നെ ചുട്ടിന് ഫുഡ് ഇഷ്ടമായിനാ? ഇഷ്ടമായിനാ? ചിക്കൻ ഇഷ്ടമായിനാ? അയ്യോ അയ്യോ എൻ്റെ കണ്ണട ഇഷ്ടമായിനാ? ചിക്കൻ ഇഷ്ടമായിനാ പറ. അയ്യോ എൻ്റെ കണ്ണട കൊണ്ടുപോല്ലേ. ചുട്ടപ്പി ലെഗ് പീസ് എല്ലാം കഴിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോയിട്ട് ഉറങ്ങണം അല്ലേ? പറ, ചിക്കൻ ഇഷ്ടമായിനാ? നമ്മൾ ഉറങ്ങട്ടെ. ഇവിടെ ഉറക്കിയിട്ട് വേണം ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കേ. അമ്മ ഫുഡ് കഴിക്കുന്നുണ്ട്. എടാ എനിക്ക് കണ്ടു. ഇപ്പം എന്തായാലും ഞാൻ കൊണ്ടുപോയി ഉറക്കട്ടെ. അങ്ങനെ ഷുട്ടൂന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് അവൾ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്. ഇങ്ങനെ കഴിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ആക്ച്വലി. അവൾക്കൊരു ലെഗ് പീസും എന്താ പറയുക ചോറും ഒക്കെ നല്ലപോലെ കഴിച്ചിട്ട് ആൾ ഉറങ്ങി. ഞാനും കഴിക്കാമെന്ന് ചോദിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് അതിന് ശേഷം ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. സ്കൂളിൽ പോണ്ടേ? പോവാ ഷുട്ടൂന് ഇഷ്ട സ്കൂളിൽ പോകാൻ? വിമാനം വന്നില്ല, ഇപ്പം വരട്ടെ. അപ്പം അങ്ങനെ ഞാനും ചുട്ടുപ്പി നമ്മളൊരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എണീച്ചു. ഇന്നലെ രാത്രി ഉറക്കം തീരെ ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാനും കുറച്ച് സമയം ഉറങ്ങിപ്പോയി. ഇനിയിപ്പം ചായ എല്ലാം കുടിക്കണം നമുക്ക്. ആ ചുട്ടോ ഇത് അമ്പോ അമ്മാടി ഞാൻ പിടിക്കില്ലേ. അച്ചാച്ചി ഇവിടെ ഇല്ലല്ലോ. ആ തുറക്കണ്ടപ്പാ, വാ. അങ്ങനെ പിന്നെ നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും മമ്മി ഇതാ കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇത് കഴിച്ചോണ്ടാന്നൊന്നും അറിയില്ല, ഇന്ന് വൈകുന്നേരം എനിക്ക് അവലും ഓമ്പൊടിയും തന്നെയായിരുന്നു. അപ്പം അമ്മമ്മയും മോളും കൂടി തറയിലൊക്കെ ഇരുന്ന് നല്ല ലാവിഷായിട്ട് തിന്നുന്നുണ്ട്. അവൾ കാര്യമായിട്ട് ഇരുന്നൊന്നല്ല, അവൾ കഴിക്കുകയില്ല. പിന്നെ നമ്മളെ കൂടെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഒരു കളിയൊക്കെ കളിക്കായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ആളെ കുളിപ്പിക്കാനെല്ലാം.
അയ്യോ 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 വീഴുവപ്പാ. അങ്ങനെ ഇതാ ചുട്ടു ബേബീന്റെ കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനക്ക് കുളിക്കണം. ചുട്ടുക ഇനിയിപ്പോൾ എനക്ക് കുളിക്കണം. ഞാൻ കുറേ ദിവസം ഇപ്പോൾ ഹെഡ് വാഷ് ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. ചുട്ടൂനെ അമ്മ കുളിപ്പിച്ച് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടൊന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഈയിടെയായിട്ട് എൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ചെറുതായിട്ടൊന്ന് മാറ്റി. ലോറിയലിൻ്റെ നാട്ടിലെ ക്ലൈമറ്റിന് എൻ്റെ മുടിക്ക് തീരെ പറ്റുന്നില്ല. ഭയങ്കര ഫ്രിസ്സായിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഡവിൻ്റെ ആണെങ്കിൽ ഒരു മാസ്കും കൂടെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുള്ളൂ. ബട്ട് ഇത് അടിപൊളിയാണ്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അടിപൊളി സംഭവമാണ്. ഫ്രീ എന്ന് വെച്ചാൽ നല്ല പോലെ റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആളെ ഒന്ന് ചുമ്മാ കുറച്ച് സ്ക്രീൻ ടൈം കൊടുക്കാമെന്ന് വെച്ചു. കാരണം അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അടുത്തൊരാൾ മരിച്ചുകൊണ്ട് അച്ഛനും അമ്മയെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവക്ക് ക്യാരറ്റ് കുറച്ച് ദിവസമായി കൊടുക്കാത്തത്, അതുകൊണ്ട് ഞാൻ സ്മൂത്തി ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആ പരിപാടിയിലേക്ക് നീങ്ങി. പിന്നെ ഞാൻ പതുക്കെ ആളെ അമ്മൂൻ്റെ കൂടെ പറഞ്ഞു വിടണം. കുറച്ച് നേരം അമ്മൂൻ്റെ അടുത്ത് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് സമയം പിന്നെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ആൾ കുറേ നേരം ടി വിയുടെ മുമ്പിലാടി ഇരുന്ന് പോവും. അതുകൊണ്ട് ഞാൻ ഇത് കൊടുത്ത് പതുക്കെ അമ്മൂനെ കൂടെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. അതിനിതാ അമ്മുക്കുട്ടൻ വന്ന് കൂട്ടി പോകുന്നുണ്ട് പതുക്കെ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയർ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. രാത്രി രണ്ടും കൂടെ ഒന്നിച്ച് തടകണ്ടെന്ന് വിചാരിച്ച് ഞാൻ സാലിസിലിക് ആസിഡ് വൈകുന്നേരം കുളിച്ച് അപ്പം തന്നെ അപ്ലൈ ചെയ്ത് വെക്കും. പിന്നെ രാത്രി കിടക്കാൻ നോക്കുമ്പോഴാണ് എൻ്റെ ആ ഒരു ആൻറ്റി ഏജിങ് ക്രീം, നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ ആൻറ്റി ബാരിയർ ക്രീം എന്ന് പറയുന്ന ഒരു സംഭവം ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് സെറ്റ് ആകുമ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ് പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ ചുട്ടുപ്പി വരുമ്പോഴേക്കും അതൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന്. കാരണം അമ്മയും അച്ഛനൊന്നും ഇവിടെ ഇല്ല. സോ അവരൊരു മരിച്ച വീട്ടിൽ പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് നാളത്തെ വീഡിയോസ് കുറച്ച് എഡിറ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അവളെ കൂടെ പറഞ്ഞു വിട്ട് ഇനിയിപ്പം എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് വായിക്കാമെന്ന് വെച്ച് ബുക്ക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറേ നാളായിട്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. സമയം എടുക്കുന്നത് ഭയങ്കരമായിട്ട്. ഇനി ഇത് വായിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ അടുത്ത മോട്ടീവ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്തായാലും ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്, ഭയങ്കര കൊതുക, സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കൊതുക. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യട്ടെ. കുളിച്ചോ? നീ കുളിക്കേ, മുഖത്തെല്ലാം വരക്ക് കുറച്ച്. ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്ന് ചില്ല് ചെയ്യുമ്പോഴേക്കും ഇതാൾ പിന്നെയും അമ്മൂനെയും കൂട്ടി പിടിച്ചോളൂ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് സമയം ഇരുന്ന് കളിക്കാമെന്നെല്ലാം വിചാരിച്ച് ഇങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് രണ്ടാളും. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് സമയം നല്ലപോലെ ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് തന്നെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അമ്മു കോളേജിലെല്ലാം പോകുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആൾ പെട്ടെന്ന് പോയി. അപ്പോഴേക്കും ഇത് അച്ചാച്ചനും അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് സമയം ഇതാ ആൾ ടി വിൻ്റെ പുറത്തിരുന്നിട്ടുണ്ട്. ഇവിടുന്ന് അമ്മ മാത്രം ടി വി കാണാൻ ആൾക്ക് അനുവാദമുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. I love you. I love you. ചുഞ്ചിരി ചുഞ്ചിരി പറ. ചുഞ്ചിരി ചുഞ്ചിരി പാടിയ ചുഞ്ചിരി പാടിയ. ചുണ്ടിന് പാടില്ല, അമ്മേന്റെ ചുണ്ടിൽ തട്ടി. ചുട്ടു കൃഷ്ണനെ ഉറക്കുന്ന അത്ത വേദനയായാ ഇല്ല. എന്നാ മറ്റേ പാട്ട് പാടി കൊടുക്ക് കൃഷ്ണന്. ഉണ്ണിക്കണ്ണാവായോ
ആ ഊഞ്ഞാലാടാം വായു അക്കുറുമ്മണി. പിന്നെ അല്ലല്ലോ പീലിത്തീരു മുടി മാടിത്തരാമുണ്ണി ആനന്ദ ശ്രീകൃഷ്ണ പാടിവായോ ആലോലം താലോലം താരട്ടാം ഞാനുണ്ണി ശ്രീകൃഷ്ണ ഓടിവായോ. ഇനി ഉറങ്ങി, ഇനി അങ്ങ് വച്ചേ ഉറങ്ങി. അപ്പോൾ ഇത് സമയം ഏകദേശം 10:15 അച്ചാച്ചനും അമ്മമ്മേലും ഉറങ്ങാൻ പോയി. അതുകൊണ്ട് ഞാനും ചുട്ടുപ്പിയും എല്ലാം നമ്മൾ റൂമിലേക്ക് വന്നു. ഇവളെന്തായാലും ഇപ്പോൾ ഉറങ്ങുമൊന്നുമില്ല, ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളൊരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ, ഗുഡ് നൈറ്റ്.